ഹലോ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളുണ്ടല്ലോ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴും രക്തബന്ധത്തിന് ഒരു വിലയില്ലാണ്ട് നിൽക്കുന്ന കാര്യം മക്കളെ പുറത്താക്കുന്നു, പിള്ളേർ തമ്മിൽ അടിക്കുന്നു. എന്താ നോക്കി ഇന്ന് 2 ദിവസം മുന്നാണെന്നറിയില്ല, ഇന്നലെയാണെന്നറിയില്ല, ന്യൂസ് കണ്ടപ്പോൾ ഒരു അമ്മടത് സ്വന്തം മകള് അമ്മനെ പുറത്താക്കിക്ക്. എന്തു മനുഷ്യന്മാരാണ് ഇങ്ങനെ? സ്വന്തം മകളെ ഒരു എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം അമ്മനൊക്കെ പുറത്താക്കിയിട്ട് മനുഷ്യന്മാരൊക്കെ ഒരു മാനസികാവസ്ഥ ഇവർ മനസ്സിലാക്കുന്നില്ല. നാളെ ഞാൻ എൻ്റെ അമ്മനെ പുറത്താക്കുമ്പോൾ തിരിച്ച് നമുക്കും വരും. അതൊന്നും മനസ്സിലാക്കില്ല. നമ്മളും വളർത്തുന്നുണ്ടല്ലോ മക്കളെ. ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ നാളെ കിട്ടും. എന്തു മനുഷ്യന്മാരാണ്. 70 വയസ്സുള്ള അമ്മയെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും സ്ഥലത്തെത്തിയെങ്കിലും മകൾ വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ദുലേഖയാണ് ഈ രാത്രിയിലെ സങ്കടപ്പെടുത്തുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇന്ദു, ഇത് എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ വന്നിട്ട് പോലും ഒന്ന് അലിയാനുള്ള ഭാവമില്ലേ മകൾക്ക്? ദിവേഷ്, മംഗലപുരം ഇടവിളാകത്താണ് ഈ 70 വയസ്സുള്ള അമ്മയെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും മകൾ വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ചെയ്തതിന് പിന്നിലെ കാരണം നാട്ടുകാർ പറയുന്നത്, അമ്മയെ ഉപദ്രവിച്ചതിന് ഈ പറയുന്ന മകളുടെ ഭർത്താവ് ലിജുവിനെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നാണ് അയാളെ റിമാൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് മകൾ അമ്മയെ പുറത്താക്കി വാതിലടച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ തുടരെ ഇവരെ വിളിച്ചിട്ടും ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. അവസാനം പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ വാതിൽ തുറന്ന് പുറത്തെത്തിയ ഇവർ പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും അമ്മയെ അകത്ത് കയറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും അതുപോലെ തന്നെ ഒരു സഹോദരനുണ്ടായിരുന്നു, അയാള് അപകടത്തിൽ മരിച്ചതാണ്. അയാളുടെ ഇൻഷുറൻസ് തുക കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയാണ് അമ്മയെ ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മക്കളാണ് അമ്മയ്ക്കുള്ളത്. 2 മക്കളിൽ മൂത്ത മകളാണിത്. നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ഇവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു കളയാറുണ്ടെന്നും അതുപോലെ തന്നെ മൂത്രം ദേഹത്ത് വയ്ക്കാറുണ്ടെന്നും. വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഇറങ്ങി തുറക്കാനായിട്ട് ഒരുങ്ങണ്. തുറന്നിട്ടവള് ഞാൻ അങ്ങ് അകത്താവും മുമ്പ് അവള് അടച്ചു പൂട്ടാനായിട്ട് പാവം. അങ്ങനെ ഞാൻ കേട്ട് നീ പൂട്ടാൻ ഒരുങ്ങണം എന്നും പറഞ്ഞ് ചാടിക്കളഞ്ഞു. തുണി എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവളുണ്ടായിരുന്നു മോള്. ഇന്നലെ കാലത്ത് ഈ ചെരുപ്പെടുത്ത് കാര്യം ഇടനകത്ത് 5 ഇടി ഇങ്ങനെ ഇടിച്ചു തന്നിട്ട് കൈതാ ഇങ്ങനെ മുട്ടി പിടിച്ചതാണ്. ഞാൻ നിലവിളിക്കുന്നതല്ലാതെ എന്നെ കൊണ്ട് വല്ലാതെ നിലവിളിച്ച് എന്റെ പൊന്നെ. എനിക്ക് വീട്ടിൽ കയറാൻ രാത്രി അവർക്ക് ഡ്രസ് വേണ്ടേ? നിങ്ങൾ എന്തായി പറയുന്നത്? അവരുടെ സാധനങ്ങൾ എടുക്കണം. അമ്മയുടെ എന്താ രാത്രി എത്ര നേരമായിട്ട് ഇന്ദുലേഖ അമ്മയുടെ വാക്കുകൾ കേട്ടോ. ശാരീരികമായിട്ടൊക്കെ വല്ലായ്മകളുള്ള ഒരു അമ്മയാണ് പാവം. ആ മകൾ അമ്മയുടെ ഡ്രസ്സൊക്കെയാണോ സജ്ജീലാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇത്രയും ആളുകൾ കൂടിയിട്ട് പോലും ഒരു സ്വന്തം അമ്മയല്ലേ? അത് തന്നെയാണ് ദിവിഷ് ഏറെ വിഷമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഇത്രയും പ്രായമായ സ്ത്രീയാണ്. ഇവർ നിരന്തരം ദേഹോപദ്രവം അടക്കം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ 70 വയസ്സുണ്ട് സലീല എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക്. മകൾ സുജ, അവര് യാതൊരു വിധത്തിലും നാട്ടുകാരും അധികൃതരും ഒക്കെ ഇടപെട്ടിട്ടും അവര് ഒരു അനുനയ നീക്കത്തിനും തയ്യാറാകുന്നില്ല. താൽക്കാലമായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു കെയർ ഓഫിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് അമ്മയെ മാറ്റാനാണ് തീരുമാനമെന്നാണ് നിലവിൽ വാർഡ് മെമ്പർ പറയുന്നത്. എന്തായാലും ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവ സ്ഥലത്തൊന്നും നിലവിൽ പോലീസ് മടങ്ങിയിട്ടുണ്ട്. എന്താണ് അടുത്ത നീക്കം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. പക്ഷേ നാട്ടുകാർ ഇടപെട്ടതുകൊണ്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇടപെട്ടതുകൊണ്ടും ഇവർക്കെതിരെ കേസ് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നടപടി എടുക്കുമെന്നും തന്നെയാണ് നാട്ടുകാരുടെ അടക്കം പ്രതീക്ഷ. ദേവേഷ്, എന്തായാലും സങ്കടകരമാണ്. 10-70 വയസ്സുള്ള ഒരു പ്രായം
70 വയസ്സുള്ളൊരു പ്രായമായ അപ്പൻ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പ്രായമായവരുണ്ടല്ലോ ഒന്ന് ചെയ്യണത് എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ പേരിൽ ഈ സ്വത്തുകൾ എഴുതി വെക്കണം. ഉള്ളൊരു അവസ്ഥ എഴുതി വെക്കുക. ഒരിക്കലും അത് ചെയ്യുന്നത് മരണശേഷം എത്ര വലിയ കൊമ്പ മക്കളായാലും മരണശേഷം മക്കളെ പേരിൽ എഴുതി വെക്കണം. ഇവരുണ്ടല്ലോ എന്താ പറയുക, സ്വന്തം അമ്മനാണ് ചെയ്യുന്നത്. അത് സ്വന്തം മോള്, ആ മക്കളല്ല ചെയ്യണത്. ഈ സ്ത്രീകൾക്ക് എല്ലാ നിയമങ്ങളും അവിടെ പിടിപ്പിച്ചാൽ അവരൊന്ന് പിടിച്ചാൽ സ്ത്രീകൾക്ക് അവിടെ നിയമം ഇവിടെ നിയമം, സ്ത്രീകളെ കൂടെ എല്ലാ നിയമങ്ങളും നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പെണ്ണെഴുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അത് സ്വന്തം അമ്മനെ സ്ത്രീകൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന ഒരു അമ്മനെങ്ങനെ സ്വന്തം മക്കൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാളെ ആരൊക്കെ ഗതി ഇങ്ങനെ ആവുന്നൊന്നും പറയാൻ പറ്റൂല. ഈ നടുവും പുറത്തൊക്കെ പിടിച്ച് അടിക്കുമ്പോൾ, നടുവും പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഉദ്ദേശിക്കുന്നതാണ് ബാക്ക് ഭാഗത്ത്, അവിടെയൊക്കെ പിടിച്ച് അടിക്കുമ്പോൾ എത്ര വലിയ മോളായിരിക്കണം അവള്. വാതിൽ തുറന്നു കൊടുക്കണില്ല. സ്വന്തം അമ്മക്ക് ഇടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് പോലും എടുക്കാനും വാതിൽ തുറന്നു കൊടുക്കാൻ ഇത്രയും ആൾക്കാരവിടെ വന്നിട്ട് ഈ പെണ്ണ് ഒറ്റൊരുത്തിനൊരു സാമർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എത്ര ആയാലും എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ അമ്മ എന്നുള്ളൊരു ഇതുണ്ടായിക്കോളെ. ഈ ഒക്കെ ശാപം വാങ്ങിച്ച് വെച്ചിട്ട് ഈ ആൾക്കാർക്ക് എന്ത് നേടണം? നമ്മളും നല്ല സ്നേഹം കൊണ്ട് മക്കളായാലും വളർത്തുന്നുണ്ട്. ഈ പറയണ ഈ പെണ്ണ് പറയുന്നത് എനിക്കൊരു പ്രായപൂർത്തിയായ ഒരു മോളുണ്ടല്ലോ. അത് ആ പെൺകുട്ടി ഇതൊക്കെ അല്ലേ കണ്ടുപിടിക്കണത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു പ്രായപൂർത്തിയായ ഒരു മോള് നിങ്ങൾക്കുണ്ടെന്ന്. ആ മോളും ഇതന്നെയല്ലേ കണ്ടുപിടിക്കണത്? എന്താണ് ഇതിനൊക്കെ ഉണ്ടല്ലോ എന്നെ കളയണം കൊണ്ടുപോയിട്ട് അവിടെ ഈ അനുഭവിക്കണുണ്ടല്ലോ. ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരിനുള്ളിൽ മക്കൾ അനുഭവിച്ചിട്ടല്ലാണ്ട് ഈ ലോകത്തുനിന്ന് പോകില്ല, അത് ഉറപ്പാണ്. എത്ര വലിയ ആൾക്കാരാണെങ്കിലും എന്ത് നമ്മൾ നേടി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഈ ഭംഗിയോടെ ഈ സൗന്ദര്യത്തോടെ എന്നും ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടൊന്നും ഇരിക്കൂല. നമ്മൾക്കും പ്രായമാവും, നമ്മളും മരിച്ചു പോകേണ്ട മനുഷ്യന്മാരാണ്. എന്നും ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയമാണ്. എപ്പോൾ പോവുക എപ്പോൾ മരണം വന്ന് വിളിക്കുകയെന്നൊന്നും അറിയാൻ പറ്റില്ല. ആ സമയത്താണ് ഇമാതിരി അഹങ്കാരങ്ങളും സ്വന്തം അമ്മനോടൊക്കെ ചെയ്യണത്. ആരോട് നമ്മൾ പല തരത്തിലുള്ള കേട്ടിട്ടുണ്ട്. മരുമക്കൾ തമ്മിലുള്ള അടികൾ കേട്ടത്. ഇത് സ്വന്തം രക്തത്തെ ആണ് ചെയ്യണത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാത്രി അതിനെ അകത്ത് കയറ്റാണ്ടിരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ ഒരു പ്രസവിച്ചിട്ട് എൻ്റെ മോള് ഒരു ഒന്നിനും കൊടുക്കാണ്ട് വളർത്തിയ മക്കളാണ് ഈ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഒരു ഉമ്മമാർക്കായാലും ഒരമ്മമാർക്കായാലും ഒരിക്കലും വരാണ്ടിരിക്കട്ടെ. കാരണം അങ്ങനത്തെ മക്കളൊക്കെ എന്തിനാണാവോ ജനിപ്പിച്ചിട്ടുണ്ട്? എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് വളർത്തുന്നതാണ് ഈ പ്രായമായ. എൻ്റെ പൊന്നു മോളെ, അണക്കൊന്നും ഒരു സമയത്തുണ്ടല്ലോ സ്വസ്ഥതായിട്ട് അണക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, അത് ഉറപ്പാണ്. ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണീരുന്നുണ്ടല്ലോ ഒരു കാലത്ത് നീ കണക്ക് പറയും, അത് ഉറപ്പാണ്. അത് നീ എത്ര വലിയ കൊടുകൊമ്പ രാജാവിൻ്റെ മോളാണെങ്കിലും നീ ആ അമ്മപ്പം നിൽക്കണ സ്റ്റേജിലുണ്ടല്ലോ, അത് ആവാൻ അധികം ടൈമൊന്നും വേണ്ട. മേലെ ഒരാൾ ഇതൊക്കെ കണ്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.